right? അതുപോലെ ഞങ്ങൾ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ഇനി എത്ര നാളത്തെ റെക്കോർഡിങ്സ് ഇനി ഓരോന്നായിട്ട് ഞാൻ ഇന്നോട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. ഇന്ന് തൊട്ടെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം എസ് കാർഡ് ഒരുപാടുണ്ട്. അവർക്ക് ഇപ്പൊ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളത് കുറെ കണ്ടന്റ് ഒരുപാട് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അവരുടെ ആദ്യം ഞാൻ തുടങ്ങുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യാം. പറ്റുന്നതും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ട് തീർക്കാം. ഓക്കെ. അപ്പോ നമ്മള് ഒരു ബേസിക് പ്രോബ്ലം ഇത്, രണ്ടാമത്തെ പ്രോബ്ലം ഇതായിരുന്നു. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. റൈറ്റ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡിസൈൻ എ ക്ലോസ് കോയിൽഡ് ഹെലിക്കൽ കംപ്രഷൻ സ്പ്രിംഗ് ഫോർ എ സർവീസ് ലോഡ് ഓഫ് റേഞ്ചിങ് ഫ്രം 2.5 to 3 കിലോമീറ്റർ. ഈ ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്, സർവീസ് ലോഡ്. കാരണം ഇതേപോലത്തെ നമ്മൾ ഫാറ്റീഗിന്റെ പ്രോബ്ലം ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും നമ്മൾ കൺഫ്യൂഷൻ അടിക്കരുത്. ഓക്കെ, ഇവിടെ പറയുന്നത് ഫോർ എ സർവീസ് ലോഡ് വിച്ച് ഇസ് റേഞ്ചിങ് ഫ്രം 2 കിലോമീറ്റർ ടു 3 കിലോമീറ്റർ. റൈറ്റ്. ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ലോഡ് റേഞ്ച് തന്നിട്ടുണ്ട്. അണ്ടർ തിങ്സ്. ഓക്കെ, അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോ ഈ ഒരു കേസിൽ സൊല്യൂഷൻ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് പോവാം. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് ആദ്യം കാണേണ്ടത് എന്തായിരുന്നു? ഡയമീറ്റർ ആയിരുന്നു അല്ലെ. സോൾവ് ചെയ്താല് ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇവിടെ ഡയമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ്, പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ദിസ് വൺ. പക്ഷെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എടുക്കുന്ന സമയത്ത് യു ഹാവ് ടു ടേക്ക് ദ മാക്സിമം ലോഡ് അല്ലെ, 3000 ന്യൂട്ടൺ എടുക്കണം. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡയമീറ്റർ വാല്യൂ ആസ് 10 mm. ആണോ? ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 10 mm കിട്ടും. 8.42. ചെറിയ വേരിയേഷൻ അല്ലേ. ചിലപ്പോൾ നിങ്ങൾ വാല്യൂല് ഞാൻ പറയാം, സ്റ്റെപ്പ് എഴുതാം. ഓക്കെ, നമുക്ക് വാൾ സ്ട്രെസ് ഫാക്ടർ പറയാം. സോമാക്സ് എടുക്കുമ്പോ 700/1.3 അല്ലേ എടുക്കണ്ടേ? ഇവിടെ ഏത് ഡിവൈഡ് ബൈ 1.3 ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കണ്ടേ? അതെ. ഞാൻ അത് എഴുതാം, ഒരു കാര്യം ചെയ്യാം. ഓക്കെ, സോ അലോവബിൾ ഷിയർ സ്ട്രെസ് വാല്യൂ കിട്ടുന്നത് 700 ഡിവൈഡ് ബൈ 1. ഫാക്ടർ ഓഫ് സേഫ്റ്റി not to be less than 1.3 ആണ്. 1.3 എടുക്കാം, 1.4, 1.5 ഒക്കെ എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തത് 1.4 ആണ്. നിങ്ങൾ എത്ര എടുത്തത്? 1.3 തന്നെ എടുത്തു. ഓക്കെ, കുഴപ്പമില്ല. എത്ര കിട്ടിയ തരാം? എത്രയാണ്? 538.46. ഓക്കെ, അപ്പൊ ഇതായിരിക്കും വേരിയേഷൻ. ഓക്കെ, അവസാനം വരെ വന്ന വേരിയേഷൻ ഇതായിരിക്കും. പെർമിസിബിൾ ഷിയർ സ്ട്രെസിൽ വന്ന വേരിയേഷൻ ആയിരിക്കും. അപ്പോൾ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത 1.4 ആണ്. 1.4 എടുക്കുന്ന സമയത്ത് ഷിയർ സ്ട്രെസ് വാല്യൂ 500 തന്നെ കിട്ടും. എക്സാക്ട് 500 കിട്ടും. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ് ടു യു. എടുക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ നമുക്ക് എടുക്കാം. കാരണം ആസ് പെർ ദ കണ്ടീഷൻ മിനിമം എത്ര ആയിരിക്കണം? മിനിമം 1.3 ഉണ്ടാവണമെന്നേ പറയുന്നത്. അപ്പൊ 1.3 ആവാം, അതിന്റെ മുകളിലേക്കുള്ള വാല്യൂസും ആവാം. ഓക്കെ, അപ്പൊ ഇവിടെ ഷിയർ സ്ട്രെസ് വാല്യൂ 538.46 കിട്ടും. സിമിലർലി wall stress factor K is equal to K value 4C minus 1 solve ചെയ്താൽ you will get the value as 1.31. ആണോ? അത് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, നൗ ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഫ്രം ദ ഇക്വേഷൻ യു ക്യാൻ ഫൈൻഡ് ദ ഡയമീറ്റർ D. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ വേരിയേഷൻ എന്തായാലും വരും. സോ ഫ്രം ദ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് യുവർ ഷിയർ സ്ട്രെസ്, allowable shear stress is equal to 8K P into C divided by pi D square ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡയമീറ്റർ D as എത്ര കിട്ടിയ? 8. വേറെ എത്ര വന്ന ഭക്ഷണം?
9.66. 9.66. Oh, okay. Almost equivalent to 10 then. You can take the value as 10 mm. Right. So the mean diameter D is equal to 10 mm. So again, second step. So first step, second step, mean diameter capital D is equal to C into D. Okay, sorry, it is C into D, capital C into D. So C value from the question it is given. C you can take it as 5, right? So 5 into 10, 5 into 10, which is 50 mm, right? So second part of the question, third part is to find the number of active turns. Number of active turns you have to take delta is equal to 8pc cube n divided by G into D. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, so this deflection, so delta അല്ലെ, so delta deflection നമുക്ക് ഇവിടെ ഉണ്ടാവുന്നത്, so as per the question എന്താ പറയുക, the deflection of the load range is 6 mm. Okay, 6 mm എപ്പോഴാണ് ഉണ്ടാവുക, ഇതിന്റെ ഡിഫറൻസ് ഇൻ ലോഡ് എത്ര 500 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് 6 mm ഡിഫ്ലക്ഷൻ അവിടെ കിട്ടുന്നത്. അപ്പോൾ അതന്നെ എടുക്കണം. So 6 is equal to 8 into 500 ആണ്. Okay, 500 into C value അറിയാം 5 cube n divided by G value തന്നിട്ടുണ്ട്, diameter value നമുക്ക് കിട്ടി into 10. Okay, solving you will get the value of n as per the textbook it is 9.8 turns or 10 turns. ആണോ? 9.6. Right. Okay. ഇനി എന്ത് വേണം, നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കാണണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആസ് പെർ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും തരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ട് എടുക്കുകയാണ്. സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് കണ്ടീഷൻ ആണെങ്കിൽ ക്ലോസ്ഡ് കോയിൽഡ് ഹെലിക്കൽ സ്പ്രിംഗ് എന്ന് പറയുന്നില്ലേ, അപ്പൊ അത് ഗൂഗിളിലിട്ട് നോക്കിയാലും അടി സ്ക്വയർഡ് എൻസ് മാറ്റാൻ വേണ്ടിയിരുന്നു. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇൻ ജനറലി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ സ്ക്വയർഡ് ആൻഡ് ഗ്രൗണ്ടഡ് എൻഡ് ആയിട്ട് തന്നെ എടുക്കാം. എന്ന് വെച്ചാൽ n is equal to n+2 തന്നെ എടുത്തിട്ട് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ 10+2 12 വെച്ചിട്ട് തന്നെ പോവാം. ചില കേസുകളിൽ പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്ലോസ്ഡ് കോയിൽ ആവുന്ന കേസുകളിലും മെജോറിറ്റി കേസുകളിലും അതുപോലെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് അത് വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. ക്ലോസ്ഡ് ആവുന്ന സമയത്ത് എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. അവിടെ നമ്മൾ കൊടുക്കുന്ന ടെൻഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് കോയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോ പിന്നെ അതിന്റെ കേസിൽ അതിന്റെ എൻഡ് പോയിന്റ് നോക്കിയാൽ അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ വേറൊരു കേസും കൂടെ ഉണ്ട്. അതിന്റെ എൻഡിൽ ചിലപ്പം എൻഡ് ലൂപ്പ് പോലെ കൊടുക്കുന്ന കേസുകളുണ്ട്. അതേപോലെ വന്നിട്ട് എൻഡിൽ ലൂപ്പ് പോലെ കൊടുക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനത്തെ കേസിൽ നമ്മൾ തന്നെ എടുക്കുന്ന കേസും കൂടെ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നതിനനുസരിച്ച് നമുക്കത് എടുക്കണം. റൈറ്റ്, ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ പോവാം, n+2 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് തന്നെ പോവാം. റൈറ്റ്, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പക്ഷേ? അപ്പൊ ഈ കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, n കണ്ടീഷനിൽ മറ്റേ കണ്ടീഷൻസും ഒക്കെ വരും. ഓക്കെ അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ ഫ്രീ ലെങ്ത്. ഓക്കെ, LF ഈസ് യുവർ ഫ്രീ ലെങ്ത്. ഫ്രീ ലെങ്ത് എന്താണ്? സോളിഡ് ലെങ്ത് into സോളിഡ് ലെങ്ത് പ്ലസ് ഡെൽറ്റ മാക്സ് പ്ലസ് 0.15 ഡെൽറ്റ മാക്സ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 36 mm. ആണോ? അല്ലേ? ബാക്കിയുള്ളവർ എല്ലാവരും? Finally, your pitch P is equal to, solve ചെയ്താൽ LF divided by n-1 എടുക്കണം. You will get the values 14.85 mm. That's it. അല്ലേ? ഇതാണ് ബേസിക് ഹെലിക്കൽ സ്പ്രിംഗ് ഡിസൈൻ വരുന്നത്. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ഉണ്ടോ ബുദ്ധിമുട്ട് ഇവിടെ? ഏതാടാ? ഫ്രീ ലെങ്ത് കാണുമ്പോ n into d into ymax plus 0.55 ymax അല്ലേ? k-ന്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കണ്ടേ? p by ymax വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? ചോദിച്ചു ക്ലിയർ ആയിട്ടില്ല. നമുക്ക് ഒരു ഇക്വേഷൻ ഡെൽറ്റ മാക്സ് കാണണ്ടേന്നല്ലേ? അതെ, ഡെൽറ്റ മാക്സ് കാണണം. എത്ര കിട്ടിയ ഡെൽറ്റ മാക്സ്? എത്ര കിട്ടിയ? ശരിക്ക് ഡെൽറ്റ നമുക്ക് തന്ന 600 mm വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യരുത്, അത് മിസ്റ്റേക്ക് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, അവിടുത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ മാക്സ്. ഓക്കെ, വിട്ടുപോയി. ഓക്കെ, അപ്പൊ ഇവിടെ LF ന്റെ ജനറൽ ഇക്വേഷൻ ഗിവൺ ബൈ എന്താണ്? ക്യാപിറ്റൽ N into D സോളിഡ് ലെങ്ത് പ്ലസ് ഡെൽറ്റ മാക്സ് പ്ലസ് 0.15 ഡെൽറ്റ മാക്സ് ആണ്. റൈറ്റ്, സോ n ടോട്ടൽ നമ്പർ 12 into ഡയമീറ്റർ D അല്ലെ? ഡയമീറ്റർ D സ്മോൾ d is 10 പ്ലസ് എന്ത് വരുന്നുണ്ട്? ഡെൽറ്റ മാക്സ് പ്ലസ് 0.15 ഡെൽറ്റ മാക്സ് ആണ് അല്ലെ? ഈ ഡെൽറ്റ മാക്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിനിൽ തന്നെ
6 mm അല്ല, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് 6 mm വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അല്ലെ. പക്ഷെ ഇവിടെ ഡെൽറ്റ മാക്സ് 6 mm അല്ല. ഇവിടെ നമുക്ക് എന്ത് വേണം? ഇവിടുത്തെ ഡെൽറ്റ മാക്സ് വാല്യൂ നമുക്ക് കണ്ടെത്തണം അല്ലെ. എത്ര കിട്ടിയേ? എങ്ങനെ കണ്ടേ? ലോഡ് ബൈ വൈ മാക്സ് ഈക്വൽ ടു സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? അതെ, എക്സാക്ട്ലി അതെ. പിന്നെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, റൈറ്റ്, യെസ്, അങ്ങനെ കാണാം, അതൊരു പോസിബിലിറ്റി ആണ്. സോ കെ വാല്യൂ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂവിന് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ എല്ലാ വാല്യൂസും അതിൽ തന്നിട്ടുണ്ട്. ഫ്രം ദ ഡാറ്റ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വാല്യൂസ് അതിലുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെ ഈസ് നത്തിങ് ബട്ട്, ഇതാണ് ഞാൻ അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം ലോഡ് വരുമ്പോൾ മാക്സിമം ഡിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? 3000 ന്യൂട്ടൺ അല്ലെ ഡിവൈഡഡ് ബൈ delta max is equal to k. Substitute here, your delta max is equal to 3000 by k എടുക്കുക, you will get the value for delta max. Okay, അതൊരു possible way ആണ്. Right, അപ്പോൾ delta max എത്ര കിട്ടേ? സോറി, LF ന്റെ വാല്യൂ 36 അല്ല, delta max ആണ്. ഓക്കെ, delta max എത്ര കിട്ടേ? Okay, 37.5, almost as per textbook it is 36. See ഇതില് ഓക്കെ, വാല്യൂ കറക്റ്റ് ആണ്. ചെറിയ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, 37.5. എല്ലാവർക്കും ഇത് കിട്ടിയോ? ഇത് ക്ലിയർ ആയോ? എല്ലാവർക്കും ഇതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണ് ഇതിലൊരു വരുന്നൊരു കാര്യം. ലോജിക് ഒന്ന് കഥ നമുക്ക് ഇത് തന്നെ ഇതുപോലെ തന്നെ കേസ് നമുക്ക് ഇങ്ങനെ വരുമ്പോ നമുക്ക് ഡിഫറെന്റ് മെത്തേഡിൽ ചെയ്യാം. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബൈ ഡെൽറ്റ മാക്സ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്, ഞാൻ പറയാം. അപ്പൊ ഇതിപ്പോ ഇതുവരെ പറഞ്ഞത് വരെ ക്ലിയർ ആണോ മെത്തേഡ് എല്ലാവരും? അതേഴ്സ് എനിക്ക് ബാക്കിയുള്ളവരൊന്നും റിപ്ലൈ കിട്ടുന്നില്ലേ? എല്ലാരും ഇല്ല ഇടാ. ഓക്കെ, ഇവിടെ നമുക്ക് വേറെ കുറച്ചുകൂടെ എളുപ്പമുള്ള വഴി കൂടെ ചെയ്യാം. ഓക്കെ, അത് ഞാനൊന്ന് നിങ്ങൾക്കത് വിട്ടു തന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വൈഷ്ണവ് പറഞ്ഞ മെത്തേഡ് വളരെ കറക്റ്റ് ആണ്. നമ്മൾ അതുപോലെ തന്നെ ചിന്തിക്കുകയും വേണം. ഓക്കെ, ആ തിങ്കിങ് പ്രോസസ്സ് വളരെ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്ര ചെയ്തത് ഡെൽറ്റ മാക്സ് കാണാൻ, ഡെൽറ്റ മാക്സ് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി. നമുക്ക് ആകെ തന്ന ഒരു ഡിഫ്ലക്ഷൻ y ആണ്. അത് 6 mm ആയിരുന്നു. എപ്പോ? വെൻ ദ ലോഡ് വാസ് 500 ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളോട് പറയുന്നത് ഡിറ്റർമിൻ യുവർ മാക്സിമം ഡിഫ്ലക്ഷൻ വെൻ ലോഡ് മാക്സിമം നമുക്കറിയാം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 3000 ന്യൂട്ടൺ ആണ് അല്ലെ. ഇത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞു. അല്ലെ, ഇത് കാണാൻ വേണ്ടി ഇപ്പൊ ചെയ്ത കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിഫ്നെസ്സിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് വി ഫൗണ്ട് കെ വാല്യൂ നമ്മൾ കണ്ടെത്തി അല്ലെ. ഒരു ന്യൂമറിക്കൽ വാല്യൂ അവിടെ കണ്ടെത്തി. എല്ലാ സാധനങ്ങളും സ്റ്റിഫ്നെസ്സിന്റെ ഇക്വേഷനിലോട്ട് തന്നിട്ടുണ്ട്. റൈറ്റ്, പിന്നത്തെ അടുത്ത റിലേഷൻഷിപ്പ് നമ്മൾ യൂസ് ചെയ്തു എന്തായിരുന്നു? ഡെൽറ്റ മാക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ് എന്നാണ്, അല്ലെങ്കിൽ കെ ഈസ് നത്തിങ് ബട്ട് എഫ് ബൈ ലോഡ് ബൈ ഡിഫ്ലക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം ലോഡ് ഡിവൈഡഡ് ബൈ സ്റ്റിഫ്നെസ് കെ വെച്ചാൽ മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. എക്സാക്ട്ലി, വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. പക്ഷെ ഇത് നമുക്ക് സോൾവ് ചെയ്യണം, ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ സ്പ്രിങ്ങിന്റെ കേസിൽ ഈ ഡിഫ്ലക്ഷന്റെ വേരിയേഷൻ, ലോഡ് വരുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ലീനിയർ വേരിയേഷൻ. ഓക്കെ, ലീനിയർലി വാരിയിങ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, linearly varying condition ആണ്. That means load is directly proportional to the deflection. Okay, അപ്പൊ ഒരു സ്ട്രേറ്റ് ലൈൻ വേരിയേഷൻ ആയിരിക്കും അവിടെ വരിക. സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ ഒരു റിലേഷൻ യൂസ് ചെയ്താൽ തന്നെ ഈ ഡിഫ്ലക്ഷൻ കണ്ടെത്താവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ when 500 ന്യൂട്ടൺ is the load, your deflection y was 6 mm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ പഴയ സാധനം 10 ആപ്പിളിന് 100 രൂപയാണെങ്കിൽ പിന്നെ 20 ആപ്പിളിന് എത്ര വില എന്ന് ചോദിക്കുന്ന പോലെയാണ്. സോ അങ്ങനെയാണെങ്കിൽ when load is 3000 ന്യൂട്ടൺ ലോഡ് വരുന്ന സമയത്ത് your deflection delta max is nothing but 6/500 into 3000. ഇങ്ങനെയും കാണും. ഇതാണ് കുറച്ചുകൂടെ ലിമിറ്റഡ് സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇത് വെച്ച് സോൾവ് ചെയ്ത് you will get it as 36 mm. ഓക്കെ, എക്സാക്ട് വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെയും കിട്ടും,
ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ബട്ട് രണ്ട് മെത്തേഡും കറക്റ്റ് ആണ്. നിങ്ങൾ ചെയ്തിരുന്ന രണ്ട് മെത്തേഡും കറക്റ്റ് ആണ്. ഇതിൽ ലീനിയർലി വാരിയിങ് ആണെന്നുള്ള അസംഷനിലാണ് കേസിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകും. ഓക്കെ, സോ രണ്ട് തരത്തിലും ചെയ്യാം. ഐദർ റേഷ്യോ ബേസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റിഫ്നെസ് കെ കണ്ടെത്തിയിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്താൽ ബാക്കി കാര്യങ്ങളോട് ക്ലിയർ ആയിരിക്കും. റൈറ്റ്. ഓക്കെ അല്ലേ, നമുക്ക് മുന്നോട്ട് പോവാം. യെസ്, ഓക്കെ. സോ ഇപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇതുവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാൻ? സ്പ്രിങ്ങിന്റെ അല്ലെങ്കിൽ കേസറി എല്ലാ ഇക്വേഷൻസും ഡാറ്റാ ബുക്കിലുണ്ട്. ആകെ കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് അല്ലെ, ഡയറക്റ്റ് അല്ലേ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഇപ്പൊ പറയണം എല്ലാരും. അമൽ കെ സന്തോഷ് ഇവിടെ ഉണ്ടാ? എല്ലാം കത്തുന്നുണ്ടോ? അല്ല സാർ, എന്റെ സ്പീക്കർ കംപ്ലൈന്റ് ആവുകൊണ്ട് ഇങ്ങനെ കേൾക്കും. റൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, വിച്ച് ഇസ് യുവർ ഫറ്റീഗ് ലോഡിംഗ്. ഇനി ഇതേ കേസിൽ ഫറ്റീഗ് ലോഡിംഗ് വന്നാൽ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. So write down the next heading: spring subjected to fatigue loading condition. Springs subjected to helical spring subjected to fatigue loading. Right. Helical spring subjected to fatigue loading condition. Now, ഇതിന്റെ കേസിൽ ഒരു ജനറൽ പ്രൊസീജിയറിനൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ ഞാൻ കംപ്ലീറ്റ് കാര്യം പറഞ്ഞുതരാം. ഓക്കെ, so write down the problem. A helical compression spring ഒരു സെക്കൻഡ്. ഓക്കെ, എഴുതിക്കോ. A helical compression spring made of oil tempered carbon steel. Made of oil tempered carbon steel is subjected to a load which varies from a load which varies from 400 Newton to 1000 Newton. 400 Newton to 1000 Newton. The spring index is 6 and the design factor of safety is 1.25. Spring index is 6 and factor of safety is 1.25. If the yield stress in shear is 770 megapascal, and the endurance shear stress in shear and the endurance shear stress in shear is 350 megapascal
find first part of the question, size of the spring wire. Size of spring wire. Second part, diameter of the spring. Diameter of the spring. Third one, number of turns. Number of turns. And fourth one, free length of the spring. Free length of spring. Okay. The compression of spring at the maximum load. Compression of spring at the maximum load is 30 mm. The modulus of rigidity of the spring material may be taken as G can be taken as 80 kilonewton per mm square. Okay, so this is your question. So we have a helical compression spring made of oil tempered carbon steel is subjected to a load which varies from 400 Newton to 1000 Newton. Spring index C is 6 and the factor of safety is 1.25. If the yield stress in shear is 770 megapascal and the endurance strength in shear is 350 megapascal, find the size of the wire, diameter of the spring, number of turns, free length of the spring. Okay, that's it. Right. Okay. So that's the question. All you have to find. See, first part of the question is the size of the wire. And then this size of the wire. Size of the wire. Diameter. Diameter of the wire, right? Yes. Small d, diameter of the wire. Okay. So we question the detail. We design a helical compression spring made of oil tempered carbon steel, subject to a load. Yes, even a term which varies from 400 Newton to 1000 Newton. And constantly 400 Newton to 1000 Newton like a load varies. This is a case of fatigue loading condition. Okay. But fatigue loading in a problem in the Manslagan. On the Sudikana load varying on the Matrala, pin a carrying would end out, postal mostly and the other endurance shear stress. Okay. So endurance shear stress is given as 350 megapascal. Endurance and the term where the fatigue in the case. Correct. It's a pure case of fatigue loading. Okay, so spring in the case, if spring constant vary 400 to 1000 Newton, window 400 window 1000 1000 compression the release of 400 window compression window release of window compression, and this is varying, and that is an example for cyclic loading, which in turn will produce a fatigue stress. Right. For spring in the case of fatigue loading with the problem, solve. So for that, go to your data book, page number 7.102. 7.102. Page number 7.102. This is the page. Right. കിട്ടില്ലേ? അപ്പോൾ ആ പേജ് അവിടെ തുറന്നു വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറയാം. So the first step in the solution ചെയ്യേണ്ടത്, your first step is to find the diameter of wire or small d. എന്നുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞത് size of wire എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. Okay. Now, since ഇതൊരു problem, ഈ ഒരു problem is actually a fatigue loading problem. നമുക്ക് ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് ഇക്വേഷൻസ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസിന്റെ ഇക്വേഷൻ കാണാം. ടോ എ
രണ്ടാമത് മീൻ സ്ട്രെസ് അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും ഫറ്റീഗ് ആണ് പ്രോബ്ലം എങ്കിൽ അത് നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും കാണേണ്ടി വരും, അതുപോലെ മീൻ സ്ട്രെസ്സും കാണേണ്ടി വരും അല്ലെ. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകാം. അതിന് മുമ്പ് ഈ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അല്ലെ. വൺസ് ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു ഇക്വേഷൻ നമ്മള് ഇങ്ങനെ ഈ ഒരു ഫറ്റീഗിന്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആകെ കൂടെ വേരിയേഷൻ, ആകെ കൂടെ ചേഞ്ച് ഉള്ളത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമാണ്. ഡയമീറ്റർ ഓഫ് ദ വയർ കാണുന്ന സ്റ്റെപ്പിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അതിനുശേഷമുള്ള സ്റ്റെപ്പുകളെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, 1 by 1 ബാക്കി എല്ലാം സെയിം ആണ്. ആകെ കൂടെ വരുന്ന വേരിയേഷൻ ഈ ഡയമീറ്റർ കാണുന്ന കേസ് മാത്രമാണ്. ഓക്കെ, ബാക്കി എല്ലാം ഡയമീറ്റർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ബാക്കി ഇക്വേഷൻസ് പോകുന്നത്. ഫസ്റ്റ് കേസിൽ ഇത് എത്തിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. അതെ, ഓക്കെ. സോ ഇവിടെ ടു ഫൈൻഡ് ദിസ് ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ് എന്തൊക്കെ വേണം? യു നീഡ് PA ആംപ്ലിറ്റ്യൂഡ് ലോഡ് വേണം അല്ലെ. അതുപോലെ എന്ത് വേണം? മീൻ സ്ട്രെസ് കിട്ടണമെങ്കിൽ ഒരു മീൻ ലോഡും വേണം അല്ലെ. വേരിയബിൾ ലോഡും അതുപോലെ മീൻ ലോഡും നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇത് നമ്മൾ പഴയ എൻഡ്യൂറൻസിന്റെ അതേ ഇക്വേഷൻ അതേ ഫോമിൽ തന്നെയാണ് വരിക. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹിയർ ഈസ് ടു ഫൈൻഡ്, ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് പോവാണ്, ഈസ് ടു ഫൈൻഡ് ദ മീൻ ലോഡ് ആൻഡ് ദ വേരിയബിൾ ലോഡ്. ഓക്കെ, സോ നമുക്ക് മീൻ ലോഡിലേക്ക് പോവാം. സോ ലെറ്റ് W be the load. So for the mean load is nothing but, നമുക്കറിയാം, it is nothing but W maximum plus W minimum by 2. Similarly, your amplitude load is equal to W maximum minus W minimum by 2 അല്ലെ. അത് കണ്ടുപിടിക്കുക. മീൻ ലോഡും ആംപ്ലിറ്റ്യൂഡ് ലോഡും കണ്ടുപിടിക്കുക. എന്നിട്ട് പറഞ്ഞ എത്ര വന്നേ? Your maximum load is 1000, minimum load is 400 അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് 1000 plus 400 by 2, 200 by 2 is 700 megapascal. So similarly, W maximum is 600 by 2, 300 megapascal. Okay, so first step കഴിഞ്ഞു. right, നമുക്ക് രണ്ട് കറസ്പോണ്ടിങ് ലോഡും കിട്ടി. Now ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ഇവിടെ നോക്കാം. നമുക്ക് ഇതെന്തൊക്കെ കാണണം? ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും കാണണം, അതുപോലെ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാണണം, അതുപോലെ തന്നെ വേരിയബിൾ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ മീൻ സ്ട്രെസ്സും കാണണം. റൈറ്റ്, സോ ആംപ്ലിറ്റ്യൂഡ് സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താ ഇവിടെ തന്നെ ഉണ്ട്. ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ഡി ഉണ്ട്, ഇൻ ടേംസ് ഓഫ് സി ഉണ്ട്. റൈറ്റ്, നമുക്ക് സി വാല്യൂ വേണമെങ്കിൽ സി വാല്യൂന്റെ ഇക്വേഷനിൽ പോകാം. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ 8 KS into PA into C divided by pi d square. Now similarly, sigma mean stress in the case of difference on 8 into a constant difference KSH into PM into C divided by pi d square. Okay, നമുക്ക് ഓരോ കേസ് എന്താ നോക്കാം. ഇവിടെ ആകെ വരുന്ന ബാക്കി കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ രണ്ട് സാധനങ്ങളാണ് മാറ്റം വന്നിട്ടുള്ളത്. രണ്ട് ഇക്വേഷൻ നോക്കി കഴിഞ്ഞാല് ഫസ്റ്റ് കേസിൽ നോക്കിയാല് ആംപ്ലിറ്റ്യൂഡ് ഷിയർ സ്ട്രെസിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ലോഡാണ് എടുക്കേണ്ടത്. ഒബ്വിയസ്ലി അത് എടുക്കേണ്ടത് അല്ലെ. സിമിലർലി മീൻ ഷിയർ സ്ട്രെസ് കാണാൻ മീൻ ലോഡാണ് എടുക്കേണ്ടത്. ഓക്കെ, അതും വേറെ വേരിയേഷൻ ഒന്നുമില്ല, ബാക്കി ടേംസ് ഒക്കെ സെയിം ആണ്. പിന്നെ മാറി എന്താ? ഈ കോൺസ്റ്റന്റ് മാറി KS and KSH. right, now your KS value is actually, your KS is actually, it is shear stress factor. Shear stress factor. Okay, ഇതിന്റെ വാല്യൂ തന്നിട്ടില്ല. ഇത് കാണാൻ 1 plus 1 by 2C എടുത്താൽ മതി. ഓക്കെ, KS is your shear stress factor and this is the equation 1 plus 1 by 2C, and your KSH is actually your wall shear stress factor. Okay, that is nothing but your 4C minus 1 divided by 4C minus 4 plus 0.615 divided by C. Okay, so ഇതാണ് ഇവിടെ രണ്ട് സ്ഥലത്ത് വരുന്ന വേരിയേഷൻ. ഒന്നിന്റെ സ്ഥലത്ത് KSH ആണ് വരുന്നത്, രണ്ടാമത്തെ സ്ഥലത്ത് KS ആണ് വരുന്നത്. Okay, so find this value 1 plus 1 by 2C and substitute the value and find the amplitude shear stress. അതുപോലെ തന്നെ substitute this value over here and find the mean shear stress. Okay, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാല് mean shear stress and amplitude shear stress കിട്ടിക്കഴിഞ്ഞാൽ then you can directly go with the very next equation which is your 1 by n. 1 by n എന്ന് ഉദ്ദേശിക്കുന്നത് n value is your factor of safety. Okay, so that is 1 by n is equal to mean shear stress minus amplitude divided by yield stress plus 2 times amplitude divided by endurance shear strength. Okay, so ഈ value ഇതിൽ substitute ചെയ്യുക and find the value of diameter d. Right, clear ആണോ? ഇത് ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. സാർ ഇതിന്റെ രണ്ട് വാല്യൂ കിട്ടിയിട്ടാ സാർ
OM കഴിഞ്ഞ് പിന്നെ ചെയ്യണ്ടേ? OM എടാ ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാം. സാർ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യണ്ടേ? അത് തിന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് ടൈപ്പ് ചെയ്യോ? എനിക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയി പോകുന്നു ഈ പറയുന്നത്. ഒന്ന് ടൈപ്പ് ചെയ്തോ. അത് ബാക്കിയുള്ളവർക്ക് പ്രൊസീജിയർ ക്ലിയർ ആണോ? ഫൈനൽ ഇക്വേഷൻ പറഞ്ഞല്ലോ, 1/n = ആ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. മെയിൻ ഷിയർ സ്ട്രെസ് ഓക്കെ പറയാം. ഓക്കെ റൈറ്റ്. സോ ഇവിടെ നമ്മുടെ ഇവിടുത്തെ അൺനോൺ ഉള്ളത് നമുക്ക് ഡയമീറ്റർ ആണ് അല്ലെ, ഡയമീറ്റർ ആണ് കാണണ്ടേ. റൈറ്റ്. സോ ഇവിടെ നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ഇവിടെ ഒരു ഡയമീറ്റർ ടേം ഉണ്ട്. അപ്പോൾ ഒരു സംതിങ് ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. അതുപോലെ മീൻസ് ഷിയർ സ്ട്രെസിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇതും കിട്ടും. ഓക്കെ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ് ഓവർ ഹിയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിലെ ബാക്കി വാല്യൂസ് ഈൽഡ് ടെൻസൈൽ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്, എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ഡയമീറ്റർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ പറയാം, ഒന്നുകൂടെ പറയാം. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ മീൻ ലോഡ്. ഓക്കെ, മീൻ ലോഡ് കാണാം. രണ്ടാമത് ഇതേപോലെ ആംപ്ലിറ്റ്യൂഡ് ലോഡും കാണാം. ഓക്കെ, അതിന്റെ ഇക്വേഷൻസ് ഇത് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഇൻപുട്ട് വാല്യൂ. ഏതിലേക്ക്? ആംപ്ലിറ്റ്യൂഡ് ഷിയർ സ്ട്രെസ്സും അതുപോലെ മീൻ ഷിയർ സ്ട്രെസ്സും കാണാനുള്ള എന്റെ ഇൻപുട്ട് വാല്യൂ ആണത്. ഓക്കെ, സോ ഇവിടെ ഡയറക്റ്റ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ്? HKS ഇൻറ്റു PA ഇൻറ്റു പി എ എന്ന് പറയുന്നത് WA ആണ്. WA ഇൻറ്റു ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ D തന്നിട്ടുള്ള C ഇൻറ്റു പൈ d സ്ക്വയർ. റൈറ്റ്. സിമിലർലി മീൻ ഷിയർ സ്ട്രെസിന്റെ കേസിലും 8 ഇൻറ്റു KSH ഇൻറ്റു WM ഓക്കെ ഇൻറ്റു C ഡിവൈഡഡ് ബൈ പൈ d സ്ക്വയർ. റൈറ്റ്. ഇതില് WM ഉം WA വാല്യൂ കൊടുത്ത ഇൻപുട്ട് ആണ്, രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അഡീഷണൽ ആയിട്ട് എന്ത് വരും? ഈ കോൺസ്റ്റന്റ് വാല്യൂ കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂന്റെ കേസിലാണ് ഒരു വേരിയേഷൻ വരുന്നത്. KS എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ KS എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ഫാക്ടർ ആണ്. അപ്പോ ഇതാണ് അതിന്റെ ഇക്വേഷൻ. വാല്യൂ കണ്ടെത്തുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. KSH എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വോൾ സ്ട്രെസ് ഫാക്ടർ തന്നെയാണ്. അത് നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെ വോൾ സ്ട്രെസ് ഫാക്ടർ കാണാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടോ എം ടോ എ. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഫൈനൽ ഒരു ഒറ്റ വാല്യൂ ആയിട്ടല്ല കിട്ടുക, സംതിങ് ഡിവൈഡഡ് ബൈ ഡയമീറ്റർ സ്ക്വയർ എന്ന് കിട്ടാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തൊട്ട് താഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ കിട്ടും. ഓക്കെ, എന്റെ ഇതൊന്ന് ക്ലിയർ ആവാൻ ആ പ്രോബ്ലം അതുപോലെ ചെയ്ത് വന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂ കിട്ടി. ഇത് 300 മെഗാ പാസ്കൽ ആണെന്ന് കിട്ടി, മറ്റേത് 700 മെഗാ പാസ്കൽ എന്ന് കിട്ടി. നമ്മൾ അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആണോ? പ്രൊസീജിയർ ക്ലിയർ ആണോ? സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ ആണോ ഓരോന്നായിട്ട്? ഓക്കെ ഗോകുലെ. യെസ്, ഓക്കെ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ആൻസർ അപ്പൊ തന്നെ ചെക്ക് ചെയ്ത് പോവാം. ഓക്കെ, എടുത്തോ. അപ്പൊ അത് ചെയ്തോ. ഫൈൻ മീൻ ഷിയർ സ്ട്രെസ്സും അതുപോലെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. മീൻ ഷിയർ സ്ട്രെസ്സും അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഷിയർ സ്ട്രെസ്സും കാണാം. ടോ മീൻ ടോ എ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻ ടോ മീൻ ആൻഡ് ടോ എ സംതിങ് ഡിവൈഡ് ബൈ d സ്ക്വയർ എന്ന് കിട്ടും.
ടോയം കിട്ടി. എത്ര കിട്ടിയ ടോയം? ടോയം 13369 by d square. 43 4 13369.01 by d square. ടോയം അല്ലേ ഒന്നുകൂടെ പറഞ്ഞ 13369.01. 13369.01 by d square. സ്ക്വയർ. നോക്കിയാൽ ഇത് കറക്റ്റ് ആവണമെന്നില്ലേ, ബാക്കിയുള്ളവർ ചെക്ക് ചെയ്യാം. 4950.35 by d square. 4950 49.35 by d square. ഇതാണ് സൗരവിന് കിട്ടിയത്. ബാക്കിയുള്ളവർ ചെക്ക് ചെയ്യാം, ഇതാവണമെന്നില്ല. സൗരവിന്റെ കേസിൽ KS വാല്യൂ എത്ര കിട്ടിയേ? KS 1.08. KS ഓക്കെ 1.08 കറക്റ്റ് ആണ്. K വാല്യൂ KSH 1.25. ഓക്കെ അത് കറക്റ്റാണ്. 1.25 അത് രണ്ടും കറക്റ്റാണ്. ശരിക്കും ഫൈനൽ കിട്ടിയ ആൻസറിൽ ചെറിയ വേരിയേഷൻ. ഓക്കെ ഇല്ല. അപ്പൊ എന്തൊരു 1.8 into 1.08 into എന്തോ പ്രശ്നമുണ്ടല്ലോ. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. ഈ n എന്നാ സാർ മറ്റേ നമ്പർ ഓഫ് അതാണ് എവിടെ n? 1/n equal to അല്ല, n ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഡാറ്റാ ബുക്കിൽ പല സ്ഥലത്തും ഫാക്ടർ ഓഫ് സേഫ്റ്റി n എന്ന് പറഞ്ഞാൽ അതേ കൊടുത്തിട്ടുള്ളത്, മാറിപ്പോലെ. അതെന്താന്ന് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഡാറ്റാ ബുക്കിൽ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഡയമണ്ട് കണ്ടു വെക്കാം. എടുക്കുമ്പോ 300 ഇൻറ്റു ചെയ്യണ്ടേ? ടോയെ എടുക്കുമ്പോ PAക്ക് 300 അല്ലേ ഇൻറ്റു ചെയ്യണ്ടേ ആംപ്ലിറ്റ്യൂഡ്? എ എടുക്കുമ്പോൾ ലോഡ് 300, മീൻ എടുക്കുമ്പോൾ 700. അങ്ങനെ തന്നെ എടുത്തത്. അന്നേരത്താ കിട്ടിയ വാല്യൂ. നോക്കി എല്ലാവരും നോക്കി, അത് ചെറിയ വേരിയേഷൻ ഇതിന്റെ കിട്ടുന്നത്. 4965.48 അത് KSന്റെ വാല്യൂ 1.0833 എടുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു മിനിറ്റ്, ഞാൻ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നെയാണ് ടോമീന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇങ്ങനെ വരിക. ടോമീൻ വാല്യൂ 1.08 into 8 into 700 divided by 5 d square into 5 അല്ല എന്തല്ലേ ഇത്? 700 divided by 5 d square into 5 ആണോ? അല്ല, അത് 1.08 into 300 അല്ലേ? 1.08 into ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, റൈറ്റ്. അതെ. പിന്നെ 6 ആണ് സി. ഒരു സെക്കൻഡ് നമുക്ക് നോക്കാം. ഞാൻ നാളെ ഒന്നുകൂടെ പറയാം. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഡൗട്ട് ഉണ്ട്, അത് നോക്കാം. ടൈമല്ലേ, ഇങ്ങോട്ട് മാറിയോ ചെറിയ ഡൗട്ട്, നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അത് അറ്റൻഡൻസ് വന്നു. ആരാ ആബ്സെന്റ് ഉള്ളേ അറിയാം? ആനന്ദു, ശ്രീരാഗ്.